ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞപ്പം ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആള് മെസ്സേജ് അയക്കുക ചെയ്തത്, പിന്നീട് വിളിക്കുകയാണ് ചെയ്തത്. കേൾക്കുന്നുണ്ടായിരിക്കും ആളുടെ എക്സ്പീരിയൻസ് ഞാനൊന്ന് പറയാം. ഇത് എത്ര പേർക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും എന്ന് ഞാൻ പറയുന്നില്ല, ചിലർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്കറിയാം, 1:30 ബെല്ലടിക്കും. 1:30 ബെല്ലടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും. 2 മണിയാവുമ്പോൾ നമ്മളോട് പൊട്ടിച്ച് എഴുതിക്കോളാൻ പറയും. എന്നെ വിളിച്ച പെൺകുട്ടിയാണ്. കുട്ടിയാണെങ്കിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ടിരുന്നു. പൊട്ടിച്ചിട്ട് ഞാൻ വായിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ വായിച്ചു മിസ്സേ, വായിച്ചിട്ട് ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 40 മിനിറ്റോളം കഴിഞ്ഞു കാണും. ആൾ എഴുതാനൊന്നും തുടങ്ങിയില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടി പകുതിയോളം മാർക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ കണ്ടത് ഏകദേശം ഒരു 30-40 മിനിറ്റിന് ശേഷമാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ദൈവമേ, പരീക്ഷയൊക്കെ തുടങ്ങിയോ എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടാവുകയും ഞാൻ ആ കുട്ടിയോട് ചോദിക്കുന്നത് കണ്ടിട്ട് എന്നോട് ഇൻവിജിലേറ്റർ വന്ന് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ച സമയത്ത് ഞാൻ ചോദിച്ചു, എക്സാം സ്റ്റാർട്ട് ചെയ്തോ സാറേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ നേരം ആയല്ലോ, എന്ത് പറ്റിയെന്ന്. പിന്നീട് എൻ്റെ കയ്യിൽ ഒന്നും നിന്നില്ല. പിന്നീട് ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. എനിക്ക് അവസാനം ഒട്ടും സമയം കിട്ടിയില്ല. ലാസ്റ്റ് ഒരു 15 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഒരു 50ഓളം ചോദ്യങ്ങൾ പുതുതായിട്ട് ഞാൻ വായിച്ചു നോക്കുകയും പെട്ടെന്ന് ആൻസർ എഴുതുകയൊക്കെ ചെയ്തു. ഞാൻ കുറെ നാളുകളായിട്ട് പ്രിപ്പയർ ചെയ്തതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. എൻ്റെ ഡിഗ്രി പ്രിലിംസ് ഈ വർഷത്തെ പോയി എന്ന് പറഞ്ഞിട്ടാണ് ആൾ എന്നെ വിളിച്ചത്. അപ്പൊ ആദ്യം എനിക്ക് കേട്ടപ്പം വളരെ വിചിത്രമായിട്ട് തോന്നി. കാരണം നമുക്ക് എല്ലാവർക്കും ബെല്ലടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ചുറ്റുപാട് നടക്കുന്ന എന്താണ് എന്നുള്ളൊരു ബോധം ഉണ്ടാവാറുണ്ട്. ഈ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് അതിന് തന്നെ മനസ്സിലാവുന്നില്ല. വലിയൊരു സങ്കടത്തിലാണ് വിളിച്ചത്. അപ്പൊ ഇനിയുള്ള എക്സാമിന് ഞാൻ ഫോക്കസ് ചെയ്യട്ടെ, അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് തന്നെ പറഞ്ഞല്ലോ, ഞാൻ ഇനി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുവാണ്, എനിക്ക് എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് ഇതങ്ങ് പോട്ടെ എന്നുള്ള രീതിയിലാണ് അവസാനം പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ കുറെ ആൾക്കാർക്ക് ഉണ്ടാവാം. മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും ഇങ്ങനത്തെ അവസ്ഥകൾ PSC എക്സാമിന് തന്നെ ആവണമെന്നില്ല. പല സാഹചര്യങ്ങളിലും നമുക്ക് ഈ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്താണ് ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ടിൽ ഉണ്ടാവാം. ഈ പാർട്ട് മെജോറിറ്റി ഉണ്ടാവുന്നത് നിങ്ങളെ പോലെ ഫുൾ ടൈം ജോലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട് ഈ ജോലി കിട്ടിയാലേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്സുമായിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. PSC എക്സാംസിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, അത് വീട്ടമ്മമാരാവാം, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഹസ്ബൻഡുമാരാവാം, കുട്ടികളാവാം, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ആർക്കും ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. ഇതിനെ മെയിനായിട്ടും ഇതൊരു കാറ്റഗറിയാണ്. ഇതുകൊണ്ട് വന്നു എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളിൽ പലർക്കും ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയും. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ബ്രെയിൻ ഫോഗിനെ പറ്റിയിട്ട്. ഈ ബ്രെയിൻ ഫോഗിന്റെ ലക്ഷണങ്ങൾ ഞാനൊന്ന് പറയാം. അപ്പൊ അത് നിങ്ങൾക്ക് ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവാൻ തുടങ്ങും. പിന്നെ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. അത് വേണോ ഇത് വേണോ, ഞാനിപ്പോ എന്താ ചെയ്യാൻ വന്നേ, ഞാൻ എന്ത് ചെയ്യണം, ഫുൾ കൺഫ്യൂഷൻ ആണ്. പിന്നീട് ഭയങ്കര ക്ഷീണം തോന്നുക. മറവി, പണ്ട് എനിക്ക് ഒരു മറവിയില്ലായിരുന്നു, പക്ഷെ ഈയിടെയായിട്ട് എനിക്ക് എപ്പോഴും മറവിയാണ്. അതുകൊണ്ട് നമ്മളൊരു കാര്യം സംസാരിച്ചു വരുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് അങ്ങ് കട്ടായി പോകും. പിന്നെ എന്ത് പറയണമെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ കുറച്ചു നേരം നിൽക്കും. അതുപോലെ ഭയങ്കര മടുപ്പ് തോന്നുക, എനിക്കിനി ഒന്നും ചെയ്യാൻ വയ്യ. അല്ലെങ്കിൽ എന്താണ്, ഈ പറഞ്ഞുകൊണ്ട് തന്നെ തോട്ട്സിന്റെ ആ ഒരു പ്രോസസ് ഒക്കെ വളരെ സ്ലോ ആയി പോവുക. ഒരാൾ ചോദിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻ ടൈം കൂടുന്നതായിട്ട് തോന്നുക. നമുക്ക് പഠിക്കാനിരിക്കാൻ വയ്യ, ഇനി ഒന്നിലും ഒരു അറ്റൻഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ ഡെസ്പായി പോവാറുണ്ട്. അത് ഒരാൾക്കെന്നല്ല, ഒരുപാട് പേർക്ക് അനുഭവത്തിൽ വരുന്നൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ഇതിനെ എന്താണ്, ഒരു മടുപ്പ് തോന്നുന്നു ജീവിതത്തിൽ, അല്ലെങ്കിൽ എപ്പോഴും ഇപ്പൊ പറയുന്ന ഒരു ടേം എന്താ, ഡിപ്രഷൻ ആണെന്ന് പറയും അല്ലെ. ഇത് ശരിക്കും ഡിപ്രഷൻ ഒന്നും അല്ല. പലർക്കും ഈ മെന്റൽ ഫോഗ്, ശരിക്കും ബ്രെയിൻ ഫോഗിനെ നമ്മൾ മെന്റൽ ഫോഗ് എന്ന് വിളിക്കാറുണ്ട്. ഈ ഒരു അവസ്ഥ കൊണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഈ കുട്ടിക്ക് ഇത് വന്നു എന്നല്ല ഞാൻ പറയുന്നത്, ഇതുകൊണ്ടും കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കാം. അപ്പൊ നമ്മളിൽ പലർക്കും ഇതുണ്ടായേക്കാം. ഇതിന് പല കാരണങ്ങളാണ് ബ്രെയിൻ ഫോഗിന് പറയുന്നത്. അപ്പൊ ഇനി എക്സാം എഴുതാൻ പോകുന്നവരായിക്കോട്ടെ, ഇനി ഇത് കേൾക്കുന്നത് എക്സാം എഴുതാൻ അല്ലാത്തവരാണെങ്കിലും നിങ്ങളും ഇതൊന്ന് ശ്രദ്ധിക്കുക. പലപ്പോഴും നമുക്ക് എന്താണ്, ഓവർ സ്ട്രെസ് ആയിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ്, കൂടുതലായിട്ടും സ്ത്രീകളാണ് ഈ മൾട്ടി ടാസ്കിങ്ങിൽ പെട്ടുപോകുന്നത്. അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വീട്ടിലെ മറ്റു കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്താണ്, പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കണം, ജോലിക്ക് പോകണം. ഇതെല്ലാം
മൾട്ടി ടാസ്കിങ് അവർക്കാണ് കൂടുതലായിട്ട് ആവശ്യം വരുന്നത്. ഇങ്ങനെ ചെയ്ത് കുറേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ വരുന്ന സമയത്ത് നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യും. ഇത് ശരിക്കും മടുപ്പല്ല, ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതൊരു ഡിസീസ് എന്നുള്ള ഒരു കാറ്റഗറിയിലേ വരുന്നില്ല. അതുകൊണ്ട് ആരും പേടിക്കേണ്ട. ഇത് നിങ്ങളുടെ ഒരു രോഗാവസ്ഥയോ അങ്ങനെ ഒന്നുമല്ല. നമുക്ക് ഇതിനെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ കോമൺ ട്രിഗേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കൂട്ട് തന്നെ ഉറക്കത്തിനകത്ത് ഉണ്ടാകുന്ന വ്യത്യാസം, അല്ലെങ്കിൽ ഈ പറഞ്ഞോട്ട് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ടുള്ള സ്ട്രെസ്, അതായത് ഒരു തരത്തിലും നമ്മൾ മൈൻഡ് ചെയ്യില്ല. നമ്മൾ ഈ ഷെഡ്യൂളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, ഓടുന്ന അത്രേ ഓടട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇത് കുറേ ആയി കഴിയുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളെയും ഇത് ബാധിക്കുകയും പതുക്കെ പതുക്കെ ബ്രെയിൻ ഫോഗിലേക്ക് പോവുകയും ചെയ്യും. അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഒരു കാരണമാവാം, പുവർ ഡയറ്റ് ഒരു കാരണമാവാം, അല്ലെങ്കിൽ പലതരം അസുഖങ്ങൾ. ഇപ്പൊ പലതരം അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ തൈറോയിഡ് ഇഷ്യൂ ആവാം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആവാം, അനീമിയ ആവാം, അല്ലെങ്കിൽ B12 പോലെയുള്ള വിറ്റാമിന്റെ കുറവാവാം, നമ്മൾ വൈറ്റമിൻ ഡിയുടെ കുറവ്, അങ്ങനെ പല കുറവുകൾ കൊണ്ട് വേണമെങ്കിലും ഈ ഒരു ബ്രെയിൻ ഫോഗ് സംഭവിക്കാം. അല്ലെങ്കിൽ ഒരുപാട് മെഡിക്കേഷൻസ് എടുക്കുന്നവരാണെങ്കിൽ അതുകൊണ്ടും വരാം. ഓക്കെ, അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കുട്ടികളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, നമ്മളിപ്പോ ഈ ഓടുന്ന ഒരു ഓട്ടം ഉണ്ടല്ലോ, പലരും പല സാഹചര്യത്തിൽപ്പെട്ടാണ് ഈ ഓടുന്നത്. പലർക്കും ആൻസൈറ്റി ലെവൽ വളരെ കൂടുതലാണ്. ഈ പറയുന്നത് പോലെ തന്നെ ജോലി ചെയ്യണം, പഠിക്കണം, ഇതെല്ലാം കൂടെ വരുന്ന സമയത്ത് നമുക്ക് ടോട്ടലി നമ്മുടെ ബ്രെയിൻ അങ്ങ് ഷട്ട് ഡൗൺ ആവും. അതായത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറെ കഴിയുമ്പോഴത്തേക്ക് ഒന്നും വയ്യാത്തൊരവസ്ഥയിലേക്ക് പോകും. അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. പ്രൊലോങ്ഡ് സ്ട്രെസ് എന്തായിട്ട് മാറുമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് സൈക്കോളജിയിലൊക്കെ. ആൻസൈറ്റി പോലെയുള്ള അസുഖങ്ങളിലേക്കും ഡിപ്രഷൻ പോലെയുള്ള അസുഖങ്ങളിലേക്കും മെഡിസിൻ എടുക്കേണ്ട അവസ്ഥയിലേക്കും ഒക്കെ വരാം. അപ്പൊ ആദ്യം തന്നെ അത് തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞിട്ട് അതിനെ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുക. കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്താ? ഉറക്കം ശരിയായിട്ട് കൊണ്ടുവരിക, കുറച്ച് നടത്തം, എക്സസൈസ്, കുറച്ച് ബോഡിക്ക് ഒരു എക്സസൈസ് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, പാട്ട് കേൾക്കുക, നല്ലൊരു കാര്യമാണ്. ഈ മൾട്ടി ടാസ്കിങ് കുറച്ച് നാളത്തേക്കും ഒന്ന് ഒഴിവാക്കുക. എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് നമുക്ക് ഇനിയും ജീവിക്കാനൊന്നും ഒക്കത്തില്ലല്ലോ. എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാര്യം കുറച്ച് നോക്കുക, അതിനുശേഷം മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കൊക്കെ പോവാം. അല്ലെങ്കിൽ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കുറെ പേരെ അളക്കാനിരിക്കുന്നുണ്ടായിരിക്കും, കുറ്റം പറയായിരിക്കും. പറഞ്ഞോട്ടെ, നമുക്ക് നമ്മളല്ലേ വലുത്. സോ നമ്മുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. കുറച്ച് നാളത്തേക്ക് ഈ മൾട്ടി ടാസ്കിങ് ഒക്കെ നിർത്തുക. ബ്രീതിങ് എക്സസൈസ്, ഒന്നും അറിയാൻ വയ്യാത്തവർ, യോഗയും മെഡിറ്റേഷൻ ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം, ബ്രീതിങ് എക്സസൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ടൈമർ ഓൺ ആക്കിയിട്ട് ഒരു 10 മിനിറ്റിന്റെ ടൈമർ ഓൺ ആക്കുക, കണ്ണടച്ചിരിക്കുക, തോട്ടിനെ ഒബ്സർവ് ചെയ്യുക. നെഗറ്റീവ് തോട്ടോ പോസിറ്റീവ് തോട്ടോ ഒന്നും നിങ്ങൾ അളക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ വരുന്ന തോട്ട്സിനെ മാത്രം നോക്കുക, അല്ലെങ്കിൽ ചുറ്റുപാടുള്ള സൗണ്ടിനെ കേൾക്കുക. 10 മിനിറ്റിന്റെ ടൈമർ ഓഫ് ആവുന്ന സമയത്ത് മാത്രം കണ്ണുറക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ആഹാരം കഴിക്കുക, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഈ ഒരു അവസ്ഥ, ആരെങ്കിലുമൊക്കെ ഈ അവസ്ഥയിലൂടെ പോകുന്നുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഇത് ഇപ്പൊ തടഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുകൊണ്ട് തന്നെ മെന്റൽ ഇഷ്യൂസിലേക്ക് പോകാതെ കഴിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.